Hi students, welcome back to MR Physics tutorial. Plus 1 സയൻസിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡയമെൻഷണൽ അനാലിസിസിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ അതാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെ ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആയിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഡിഡ്യൂസിങ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾക്കിടയിലുള്ള റിലേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുക അത് നമ്മൾക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The centripetal force capital F acting on a particle in circular motion may depends on mass of the particle small m, velocity of the particle small v, and radius of the circular path small r. Then derive an equation for centripetal force using dimensional analysis. ഇവിടെ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ എന്താണ്? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം? ആ പാർട്ടിക്കിളിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം, ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം, അതേപോലെ ആ പാർട്ടിക്കിൾ ഏത് സർക്കുലർ പാത്തിലാണോ മൂവ് ചെയ്യുന്നത് ആ സർക്കുലർ പാത്തിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പാർട്ടിക്കിളിന്റെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സർക്കുലർ പാത്തിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിനും മാസിനും വെലോസിറ്റിക്കും റേഡിയസിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഡിഡ്യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾക്ക് അറിയില്ല സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സപ്പോസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാം, അല്ലെങ്കിൽ മാസിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാം, അല്ലെങ്കിൽ മാസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാം, അല്ലെങ്കിൽ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവാം. അതുപോലെ തന്നെയാണ് സ്പീഡിന്റെ കേസിലും വെലോസിറ്റിയുടെ കേസിലും റേഡിയസിന്റെ കേസിലും. അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയില്ല. സപ്പോസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അത് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ എഴുതും എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എന്ന് എഴുതും, അല്ലെങ്കിൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു 1 എന്ന് എഴുതും. സപ്പോസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിന്റെ സ്ക്വയറിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എങ്കിലോ നമ്മൾ എന്താ എഴുതുക? എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം സ്ക്വയർ എന്ന് എഴുതും. സപ്പോസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലോ നമ്മൾ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m എന്ന് എഴുതും, അല്ലെങ്കിൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു -1. സപ്പോസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിന്റെ സ്ക്വയർ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു √m എന്ന് എഴുതും, അല്ലെങ്കിൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു 1/2 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയില്ല സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു 1 ആവാം, എം റൈസ് ടു 2 ആവാം, എം റൈസ് ടു -1 ആവാം, എം റൈസ് ടു 1/2 ആവാം, എം റൈസ് ടു -1/2 ആവാം, എം റൈസ് ടു 3 ആവാം, എം റൈസ് ടു -3 ആവാം, എന്തും ആവാം. അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതായത് എമ്മിന്റെ പവർ എത്രയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എന്ത് എഴുതും? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ എന്ന് എഴുതും. ജനറൽ ആയിട്ട് നമ്മൾ എന്താ എഴുതുക? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ആണെങ്കിൽ എന്റെ വാല്യൂ 1. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം സ്ക്വയർ ആണെങ്കിൽ എന്റെ വാല്യൂ 2. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ക്യൂബ് ആണെങ്കിൽ എന്റെ വാല്യൂ 3. എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എം ആണെങ്കിൽ എന്റെ വാല്യൂ -1. അതുപോലെ തന്നെയാണ് ആരുടെ കേസും? വെലോസിറ്റിയുടെ കേസും. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയില്ല. ചില സമയം വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാം, ചിലപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവാം, ചിലപ്പോൾ വെലോസിറ്റിയുടെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാം. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി റൈസ് ടു ബി എന്ന് എഴുതും. നമ്മൾ എ എന്നുള്ളത് എമ്മിന്റെ പവർ ആയിട്ട് കൊടുത്തു, അതുകൊണ്ട് വിന്റെ പവർ ആയിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? ബി എന്ന് എഴുതും. അതുപോലെ തന്നെ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ എന്ത് എഴുതുന്നു? ആർ റൈസ് ടു സി എന്ന് എഴുതുന്നു. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ. ക്വസ്റ്റിൽ പറയുന്നുണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ എന്ന് എഴുതുന്നു.
വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി റൈസ് ടു ബി എന്ന് എഴുതുന്നു. റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ റൈസ് ടു സി എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഒന്നിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ വി റൈസ് ടു ബി ആർ റൈസ് ടു സി എന്ന് എഴുതാം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ വി റൈസ് ടു ബി ആർ റൈസ് ടു സി. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്, അത് ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അത് മാസിനെയും വെലോസിറ്റിനെയും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ എഴുതുക? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ വി റൈസ് ടു ബി ആർ റൈസ് ടു സി എന്ന് എഴുതും. Or f is equal to a constant k into m raised to a v raised to b r raised to c എന്ന് എഴുതും. ഇവിടെ k എന്താണ്? k is a dimensionless constant. k ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. k ന്റെ വാല്യൂ എത്രയാണ് എന്നുള്ള കാര്യം ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? f is equal to k into m raised to a v raised to b r raised to c ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യാം. നമുക്കറിയാം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയിൽ പറയുന്നത്. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ആ ഇക്വേഷന്റെ ഓരോ പാർട്ടിന്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ഇവിടെ ഈ ഇക്വേഷനിൽ രണ്ട് പാർട്ടാണുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എഫ് എന്ന പാർട്ടും റൈറ്റ് ഹാൻഡ് സൈഡിൽ കെ ഇൻറ്റു എം റൈസ് ടു എ വി റൈസ് ടു ബി ആർ റൈസ് ടു സി എന്ന പാർട്ടും. അപ്പൊ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം രണ്ട് ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഡയമെൻഷൻ ഓഫ് കെ ഇൻറ്റു എം റൈസ് ടു എ വി റൈസ് ടു ബി ആർ റൈസ് ടു സി എന്നായിരിക്കണം. ഓക്കെ, നമ്മൾക്കറിയാം എന്താണ് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. എം എൽ ടി റൈസ് ടു -2 എന്നാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 എന്ന് എഴുതാം. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു കെ ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. പിന്നെ അടുത്തത് ആരാണ്? മാസ് ആണ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ക്യാപിറ്റൽ എം റൈസ് ടു എ. ഇവിടെ എമ്മിന്റെ ഡയമെൻഷൻ ആണ് ക്യാപിറ്റൽ എം. എം റൈസ് ടു എന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം റൈസ് ടു എ. നമ്മൾക്കറിയാം വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റൈസ് ടു -1 എന്നാണ്. അപ്പൊ വി റൈസ് ടു ബിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ടി റൈസ് ടു -1 ഹോൾ റൈസ് ടു ബി. പിന്നെ അടുത്തത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിന്റെ ഡയമെൻഷൻ എൽ ആണ്. ആർ റൈസ് ടു സി ആയതുകൊണ്ട് എൽ റൈസ് ടു സി. അപ്പൊ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോഴ്സ് ആണ് എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 ഈക്വൽസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അതിന് ഡയമെൻഷൻ ഇല്ല. എമ്മിൻ്റെത് ക്യാപിറ്റൽ എം, എം റൈസ് ടു എൻ്റെത് ക്യാപിറ്റൽ എം റൈസ് ടു എ. വിൻ്റെത് എൽ ടി റൈസ് ടു -1 വി റൈസ് ടു ബിൻ്റെത് എൽ ടി റൈസ് ടു -1 ഹോൾ റൈസ് ടു ബി. ആറിൻ്റെത് എൽ, ആർ റൈസ് ടു സിൻ്റെത് എൽ റൈസ് ടു സി. ഓക്കെ, that equals m raised to a l t raised to -1 whole raised to b. എന്താ വരുക? l raised to b into t raised to -b. പിന്നെ ബാക്കി ആരാ? into l raised to c. That equals m raised to a l raised to b into l raised to c എന്താണ്? l raised to b plus c ആണ്. പിന്നെ ടി റൈസ് ടു -b. ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ എന്താ വരുന്നത്? എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2. ഓക്കെ, എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 ഈക്വൽസ് എം റൈസ് ടു എ എൽ റൈസ് ടു ബി പ്ലസ് സി ടി റൈസ് ടു -b. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ രണ്ട് സൈഡിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സിനെ, അതായത് എമ്മിന്റെ പവറിനെ ഇക്വേറ്റ് ചെയ്യാം, എല്ലിന്റെ പവറിനെ ഇക്വേറ്റ് ചെയ്യാം, ടീന്റെ പവറിനെ ഇക്വേറ്റ് ചെയ്യാം. എമ്മിന്റെ പവർ ഇവിടെ എ ആണ്. എന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ആരാ? 1 ആണ്.
അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? a ഈക്വൽ ടു 1 എന്ന് എഴുതാം. a ഈക്വൽ ടു 1. എല്ലിന്റെ പവർ b പ്ലസ് സി ആണ്. ഇവിടെ എല്ലിന്റെ പവർ 1 ആണ്. അപ്പോൾ നമുക്ക് b പ്ലസ് സി ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി ടിന്റെ പവർ മൈനസ് ബി ആണ്. ഇവിടെ ടിന്റെ പവർ -2 ആണ്. അപ്പോൾ നമുക്ക് -b ഈക്വൽസ് -2 എന്ന് എഴുതാം. -b ഈക്വൽസ് -2 ആണെങ്കിൽ b ഈക്വൽ ടു എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് a ഈക്വൽ ടു 1 എന്ന് കിട്ടി, b ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമുക്ക് കിട്ടുന്നത് സിന്റെ വാല്യൂ ആണ്. നമുക്കറിയാം b പ്ലസ് സി ഈക്വൽ ടു 1 ആണ് അല്ലെ? b പ്ലസ് സി ഈക്വൽ ടു 1, ബിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 പ്ലസ് സി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ c ഈക്വൽ ടു 1 മൈനസ് 2 ആണ്. ദാറ്റ് ഈക്വൽസ് -1. അപ്പോൾ നമുക്ക് ഇവിടെ എന്റെ വാല്യൂ കിട്ടി, എന്താണ്? a ഈക്വൽ ടു 1. ബിന്റെ വാല്യൂ കിട്ടി, b ഈക്വൽ ടു 2. സിന്റെ വാല്യൂ കിട്ടി, c ഈക്വൽ ടു -1. ഈ വാല്യൂസ് എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂസ് നമ്മൾ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ ആയി, ഫോഴ്സിന്റെ ഇക്വേഷൻ ആയി. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കുക. ഇക്വേഷൻ 1 എന്താവും? ഇക്വേഷൻ 1ൽ എന്താ ഉള്ളത്? F is equal to k into m raised to a, v raised to b, r raised to c എന്നല്ലേ ഉള്ളത്. That is F is equal to k into m raised to, and the value 1 ആണ്. അപ്പോൾ m raised to 1. v raised to b, b ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ v raised to 2. അതേപോലെ r raised to c, r raised to c ന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ r raised to -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? F is equal to k into m raised to 1 v square r raised to -1. r raised to -1 എന്ന് പറഞ്ഞാൽ 1/r ആണ്. m raised to 1 എന്ന് പറഞ്ഞാൽ m ആണ്. അപ്പോൾ നമുക്ക് F is equal to എന്ത് എഴുതാം? k into m v square divided by r. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫോഴ്സിന്റെ, സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ബൈ യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കെന്റെ വാല്യൂ 1 ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്, കെന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് F is equal to mv square by r എന്ന് കിട്ടും, സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. പക്ഷെ കെന്റെ വാല്യൂ 1 എന്നുള്ളത് ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് കിട്ടില്ല. അത് നമുക്ക് എക്സ്പെരിമെന്റലി കിട്ടുന്നതാണ്, കെന്റെ വാല്യൂ 1 ആണെന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? F is equal to k into mv square by r. ഇങ്ങനെയാണ് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം, സർക്കുലർ പാത്തിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? F is directly proportional to m raised to a, v raised to b, r raised to c എന്ന് എഴുതും. എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇക്വേഷൻ ആയി. Or F is equal to k into m raised to a, v raised to b, r raised to c, where k is a dimensionless constant. Okay. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫോർമുലേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ k into m raised to a, v raised to b, r raised to c എന്നിട്ട് അതിന്റെ ഡയമെൻഷൻ. അപ്പൊ m l t raised to -2 അല്ലെങ്കിൽ m raised to 1 l raised to 1 t raised to -2 അതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഈക്വൽസ് കെക്ക് ഡയമെൻഷൻ ഇല്ല, പിന്നെ മാസിൻ്റെത് m raised to a, ക്യാപിറ്റൽ M raised to a, v raised to b, lt raised to -1 whole raised to b, കാരണം b ന്റെ ഡയമെൻഷൻ lt raised to -1 ആണ്, r raised to c, l raised to c. That equals m raised to a, l raised to b, t raised to -1 into b, t raised to -b into l raised to c. That is m raised to 1, l raised to 1, t raised to -2 equals m raised to a, l raised to b plus c, t raised to -b. ഇനി നമ്മളിവിടെ LHSഉം RHSഉം കമ്പയർ ചെയ്താൽ എന്റെ സ്ഥാനത്ത് 1, ബി പ്ലസ് സിന്റെ സ്ഥാനത്ത് 1, മൈനസ് ബിന്റെ സ്ഥാനത്ത് -2. അപ്പൊ a ഈക്വൽ ടു 1 എന്ന് കിട്ടി, b പ്ലസ് സി ഈക്വൽ ടു 1, മൈനസ് ബി ഈക്വൽ ടു -2. Therefore b ഈക്വൽ ടു, സിൻസ് b പ്ലസ് സി ഈസ് ഈക്വൽ ടു 1, 2 പ്ലസ് സി ഈക്വൽ ടു 1, or c ഈക്വൽ ടു 1 - 2 ഈക്വൽ ടു -1. അത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F is equal to k into m raised to 1 v square r raised to -1, or F is equal to k into mv square by r എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ബോബ് സ്മോൾ ലെറ്റർ m, length of the pendulum small letter l, and acceleration due to gravity small t g. Derive an equation for time period. Time period small letter t എന്ന ലെറ്റർ കൊണ്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്.
എന്താണ് ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സിമ്പിൾ പെൻഡുലത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് അതിന്റെ എൻഡിൽ ഒരു സ്ഫിയർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു സിസ്റ്റത്തെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പെൻഡുലത്തെ ഈ ഒരു സ്ഫിയറിനെയാണ് നമ്മൾ ബോബ് എന്ന് പറയുന്നത്. ആ ബോബിന്റെ മാസ് എത്രയാണ്? സ്മോൾ m ആണ്. ഓക്കെ, അതേപോലെ ഇവിടെയാണ് നമ്മുടെ സ്ട്രിങ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ബോബിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഈ പെൻഡുലത്തെ എന്ത് ചെയ്യാണ്? ഓസിലേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ പെൻഡുലം ഈ രീതിയിൽ ഓസിലേറ്റ് ചെയ്യും, ടു ആൻഡ് ഫ്രോ ഓസിലേറ്റ് ചെയ്യും. അതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ. ഒരു തവണ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പേര് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തവണ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം. അതായത് ഇവിടുന്ന് നമ്മൾ പെൻഡുലത്തെ വിട്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു വീണ്ടും അവിടത്തേക്ക് വരാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതാണ് വൺ ഓസിലേഷൻ. ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ ടൈം പീരീഡ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പെൻഡുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ സ്ഫിയറിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ പെൻഡുലത്തിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തേക്കാം. അതേപോലെ ഈ പ്ലേസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെ ഡിപ്പെൻഡ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ എഴുതുക? നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതും? വി ക്യാൻ റൈറ്റ് ടി, അതാണ് ടൈം പീരീഡ്. അതാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തേക്കാം എന്നാ പറയുന്നത്? ബോബിന്റെ മാസിനെ, പെൻഡുലത്തിന്റെ ലെങ്തിനെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ. അപ്പൊ നമ്മൾ എന്താ എഴുതുക? നേരത്തെ എഴുതിയതുപോലെ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു m റൈസ് ടു a. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ m റൈസ് ടു a എന്ന് എഴുതുന്നു. പിന്നെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? l റൈസ് ടു b എന്ന് എഴുതുന്നു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? g റൈസ് ടു c എന്ന് എഴുതുന്നു. Or we can write t is equal to a constant k into m raised to a, l raised to b, g raised to c. Okay. അപ്പോൾ നമ്മൾ t is equal to a constant k into m raised to a, l raised to b, g raised to c എന്ന് എഴുതി. That is equation number 1. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യുന്നു. രണ്ട് ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ. ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ആണ്. അതിന്റെ ഡയമെൻഷൻ എന്താണ്? ടൈം പീരീഡിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആണ്, അല്ലെങ്കിൽ ടി റൈസ് ടു 1 ആണ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? m റൈസ് ടു 0, l റൈസ് ടു 0, t റൈസ് ടു 1 എന്ന് എഴുതാം. ഈക്വൽസ്. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഉള്ളത് k, അതൊരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് ഡയമെൻഷൻ ഇല്ല. പിന്നെ അടുത്തത് മാസ് ആണ്. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ m റൈസ് ടു a ആയതുകൊണ്ട് ക്യാപിറ്റൽ m റൈസ് ടു a. പിന്നെ ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ l റൈസ് ടു b ആയതുകൊണ്ട് ക്യാപിറ്റൽ l റൈസ് ടു b. പിന്നെ അടുത്തത് ആരാണ്? g എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താണ്? l t റൈസ് ടു -2 ആണ്. l t റൈസ് ടു -2. g റൈസ് ടു c ആയതുകൊണ്ട് l t റൈസ് ടു -2 ഹോൾ റൈസ് ടു c. That is m raised to 0, l raised to 0, t raised to 1 equals m raised to a, l raised to b, ഇവിടെ l raised to c, t raised to -2 into c, t raised to -2c. ഇങ്ങനെയുണ്ട്. Or m raised to 0, l raised to 0, t raised to 1 equals m raised to a, l raised to b into l raised to c, l raised to b plus c into t raised to -2c. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യുന്നു. ഇവിടെ എമ്മിന്റെ പവർ a ആണ്, ഇവിടെ എമ്മിന്റെ പവർ 0 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? a ഈക്വൽസ് 0 എന്ന് കിട്ടും. a ഈക്വൽസ് 0. ഇവിടെ എല്ലിന്റെ പവർ ബി പ്ലസ് സി ആണ്, ഇവിടെ എല്ലിന്റെ പവർ 0 ആണ്. അപ്പൊ നമുക്ക് ബി പ്ലസ് സി ഈക്വൽസ് 0 എന്ന് കിട്ടും. ഇവിടെ ടീന്റെ പവർ -2c ആണ്, ഇവിടെ ടീന്റെ പവർ 1 ആണ്. അപ്പൊ നമുക്ക് -2c ഈക്വൽസ് 1 എന്ന് കിട്ടും. Therefore c is equal to എന്തായിരിക്കും?
-1/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി, സിന്റെ വാല്യൂ -1/2 എന്ന് കിട്ടി. ഇനി ബിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് b + c = 0 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതിൽ സിക്ക് -1/2 കൊടുത്തു കഴിഞ്ഞാൽ b + -1/2 = 0 എന്ന് കിട്ടും. Therefore b = 0. -1/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +1/2. അപ്പോൾ b = എന്തായിരിക്കും? 1/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. എന്റെ വാല്യൂ 0, ബിന്റെ വാല്യൂ 1/2, സിന്റെ വാല്യൂ -1/2. ഇനി എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 എന്താവും? t = dimensionless constant k × m⁻⁴ L⁻⁴ g⁻⁴ സിന്റെ വാല്യൂ -1/2 ആണ്, -1/2. m⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എമ്മിന്റെ പവർ 0 എന്ന് കിട്ടി. നമുക്ക് ഇവിടെ എമ്മിന്റെ പവർ a ആണ്, എന്റെ വാല്യൂ 0 എന്നാണ് കിട്ടുന്നത്. എമ്മിന്റെ പവർ 0 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. നമ്മളൊരു ഊഹം പറഞ്ഞതാണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്തേക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ മാസ് വെച്ചിട്ട് മാസിന്റെ പവർ a എന്ന് കൊടുത്തു. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് a = എന്താ കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. അതായത് t = k × m⁻⁴ 1 ആണ്. പിന്നെ L⁻⁴ 1/2 g⁻⁻⁴ എനിക്ക് എന്ത് എഴുതാം? 1/g⁻⁴ എന്ന് എഴുതാം അല്ലേ? t = k × L⁻⁴ 1/2 × g⁻⁻⁴ ക്ക് പകരം 1/g⁻⁴. ദാറ്റ് ഈക്വൽസ് എന്താണ്? t = k × L⁻⁴ എന്താണ്? √L ആണ്. ഇൻറ്റു 1/g⁻⁴ എന്താണ്? 1/√g അല്ലേ? t = k × √L × 1/√g or t = k × √L/g. t = k × √L/g. √L × 1/√g എന്ന് പറഞ്ഞാൽ √L/√g ആണ്. ദാറ്റ് ഈസ് t = k × √L/g. ഓക്കെ, ഇവിടെ കെന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും കിട്ടില്ല. എക്സ്പെരിമെന്റലി ചെയ്തു കഴിഞ്ഞാൽ കെന്റെ വാല്യൂ 2π എന്നാണ് കിട്ടുന്നത്. k = 2π. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ t = 2π √L/g എന്നാണ്. നമുക്ക് ഇവിടെ ഒരിക്കലും കെന്റെ വാല്യൂ 2π ആണെന്ന് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? t = k × √L/g. ആക്ച്വലി ഈ കെന്റെ വാല്യൂ എത്രയാണ്? 2π എന്നാണ്. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ പബ്ലിക് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു.